ഹായ് ഹലോ, ഞാൻ സീനയാണ്. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. നമ്മൾ ജോലിക്ക് പോണതും അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ലൈഫിലൊരു സ്പെഷ്യൽ പേഴ്സൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ചെറുതായിട്ട് ഒരു ഗിഫ്റ്റെങ്കിലും വാങ്ങിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ കൂടി ഓടണേണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റു. ഇന്ന് തീരെ സുഖമില്ല കേട്ടോ. കാരണം ഒന്ന് ഡേറ്റായി, പിന്നെ തലവേദനയുണ്ട്, നല്ല ബോഡി പെയിൻ ഉണ്ട് ജോലിയുടെയൊക്കെ ആയിട്ട്. അങ്ങനെ ഒട്ടും വയ്യാത്തൊരവസ്ഥയാണ്. പക്ഷേ ജോലിക്ക് പോകാതിരിക്കാനായിട്ട് യാതൊരു നിവർത്തിയുമില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് 2 ചായയാണ് കേട്ടോ കുടിച്ചത്. ആ 2 ചായയുടെ ബലത്തിലാണ് ഞാൻ നിന്നത്. പിന്നെ ഞാൻ സാധാരണ ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര പ്രശ്നമാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായി കഴിഞ്ഞിട്ട് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും നല്ലൊരു ക്ലൈമറ്റ്, മഴയൊക്കെ തോർന്നു കഴിയുമ്പോൾ ഉള്ളൊരു ക്ലൈമറ്റിലെ അത്. ഞാൻ അങ്ങനെ പെട്ടെന്ന് റെഡിയായിട്ട് ഇറങ്ങി. നമുക്കൊരു അരമണിക്കൂറൊക്കെ നടന്നു കഴിഞ്ഞാലേ ബസ് സ്റ്റോപ്പിലൊക്കെ എത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നടന്ന് ജോലിക്കൊക്കെ പോയി. ജോലിയൊക്കെ ഏകദേശം കഴിഞ്ഞു. നമ്മളിതാ റിട്ടേൺ വീട്ടിലോട്ട് പോരണേ കേട്ടോ. അപ്പോൾ ആ വഴിക്ക് നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, പിള്ളേർ സെറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് രസമായിരിക്കും ഷോപ്പിങ്ങിനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നേരെ 2 ബസ്സൊക്കെ പിടിച്ച് ഇതേ വന്നെയാണ്. ഇപ്പം നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഷോപ്പിൽ കയറണം, ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം. അതാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്തെങ്കിലുമൊക്കെ തപ്പി നടക്കണേ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടാൻ വേണം, എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ആയിരിക്കണം. അപ്പോൾ അങ്ങനെ തപ്പി ഞാൻ ഒരു ടീഷർട്ട് എടുത്തിട്ട്, നല്ല ഭംഗിയുള്ളൊരു ബാക്ക് സൈഡിൽ നല്ല ഗ്രാഫിക് പ്രിൻസൊക്കെ വരണ നല്ല അടിപൊളിയൊരു ടീഷർട്ട് എടുത്തായിരുന്നു, ബ്ലൂ ഷെയ്ഡ്. ഞാൻ അത് കാണിക്കാൻ പറഞ്ഞേ, കാരണം നമ്മൾ സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കണമായിരുന്നില്ലേ. ഞാനപ്പോൾ അന്ന് 13-ാം തീയതിയാണ് ഈ സംഭവം. അന്ന് തന്നെ ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സാഹചര്യങ്ങൾ ഒത്തു വന്നില്ല. നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ പിള്ളേർക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, അവർക്ക് ഡ്രസ്സൊക്കെ എടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ മേത്ര ബസാറിലോട്ട് പോണതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഷോപ്പാണ് കേട്ടോ ഇത്. ഇവിടെ നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട്, ക്രോപ്പ് ടോപ്പും ഒക്കെ. നമ്മൾ ഈ പിൻട്രസ്റ്റിലെ കാണില്ല, അങ്ങനത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ടോപ്സുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോന്നൊക്കെ പർച്ചേസ് ചെയ്ത് ഞങ്ങൾ ഈ മിറർ കാണുമ്പോൾ എപ്പോഴും വിചാരിക്കണ കാര്യമാണ് ഇങ്ങനെ ഇതാക്കണമെന്ന്. പക്ഷേ അപ്പുറത്തുനിന്ന് കുട്ടിപ്പിശേഷം അത് കൊളമാക്കി. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് നല്ല കാറ്റിട്ടാ, നമ്മൾ പറന്നു പോകുമ്പോൾ അങ്ങനത്തെ കാറ്റ്. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് ഫ്രഷ് ആവണം, ഒന്ന് കുളിച്ച് ഫ്രഷായി കഴിഞ്ഞാൽ ശരിയാവുള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ടാപ്പീന് ഇത്തിരി നേരം കളിപ്പിച്ച്, അല്ലെങ്കിൽ മൊത്തം പരിഭവവും പിന്നെ വഴക്കിട്ടിരിക്കും, കടിക്കും വെറുതെ പിടിച്ച് ദേഷ്യം തീരണ വരെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തു കൊണ്ടുവന്ന് ഇത്തിരി നേരം കൊഞ്ചിച്ച്. അപ്പോൾ ഓക്കെ കേട്ടോ. പിന്നെ ഇത്തിരി നേരം അവിടെ കിടന്ന് ഉറങ്ങി. ഞാൻ വിചാരിച്ചു ഒരു ഫേസ് മാസ്ക് ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അരിപ്പൊടിയും പിന്നെ നല്ല വെന്ത ചോറില്ലേ, സാദാ ചോറ്, അതിന് മറ്റേ പച്ചരിയാണ് ബെസ്റ്റ്. പക്ഷേ ഞാൻ സാധാ നമ്മൾ കുക്ക് ചെയ്ത റൈസ് എടുത്ത് രണ്ടും കൂടി പേസ്റ്റാക്കി, വെള്ളം പോലെ പേസ്റ്റാക്കിയിട്ട് ഫേസ് മൊത്തം തേച്ച് നല്ല ഗ്ലോ ഉണ്ടാവും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ പോയി കുളിച്ച്, പിന്നെ ഡ്രസ്സൊക്കെ അലക്കാനുണ്ട്, യൂണിഫോമും പിന്നെ അന്നുടുത്ത ഡ്രസ്സുകളും പിന്നെ വീട്ടിലിട്ട ഡ്രസ്സൊക്കെ അലക്കാനുണ്ടായിരുന്നു. അതെല്ലാം അങ്ങ് അലക്കിയിട്ട് ഇല്ലെന്നാണെങ്കിൽ ഞാൻ ഇത്തിരി നേരം ഒന്ന് കിടന്ന് കഴിഞ്ഞിട്ട് എണീറ്റ് കഴിയുമ്പോഴത്തേക്കും പിന്നെ അമ്മ അല്ലെങ്കിൽ അപ്പൻ ഡ്രസ്സ് എടുത്തിട്ടും പോവും അലക്കാനായിട്ട്. അപ്പം നമ്മൾ എത്രയെന്നും പറഞ്ഞിട്ടാണ് അവരിങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കണം. കാള പോലെ ഇല്ലേ, സ്വന്തം തുണിയെങ്കിൽ അലക്കാൻ പാടില്ലേ എന്ന് ആരും കൊണ്ട് പറയിപ്പിക്കരുത്, മനസ്സിലായി. നമുക്ക് തന്നെ ഒരു കുറ്റബോധം ഉണ്ടാവരുത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ തന്നെ എഴുന്നേറ്റ്. എനിക്ക് വയ്യായിരുന്നു, പക്ഷേ എഴുന്നേറ്റ് അലക്കിയിട്ട് പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു സംഭവമാണ് പ്ലാനർ ഞാൻ എഴുതാറുമുണ്ട്, പിന്നെ നമ്മൾ ഫോണിലുണ്ട്. അപ്പോൾ ഫോണിലത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ആപ്പ് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നല്ലതാണ് ജേർണൽ ചെയ്യാനായിട്ട്. അധികം കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, PSC പോലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇട്ടാൽ മതി. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ ഞാൻ പ്ലാനർ ചെയ്യുന്നുണ്ട്. പിന്നെ ജേർണൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ജേർണൽ ചെയ്യണത് ഇങ്ങനെ മറ്റേ നമ്മൾ കളക്ട് ചെയ്യുന്ന ഇന്നത്തെ ദിവസം കളക്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ ജങ്ക് ജേർണലില്ലേ, അത് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുണ്ട് പറയണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ബുക്സൊക്കെ വായിച്ചു, കിടന്നിനി ഉറങ്ങാൻ പോണേണ്.